വലിയൊരു ജേർണിയാണ് കഴിഞ്ഞത്. അപ്പു ശരിക്കും മിസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനാണ് ഒട്ടും ഇവിടുന്ന് പോവാൻ ഇഷ്ടമില്ലാത്തത്. കാരണം അച്ഛനും അമ്മ ഫാമിലി, ഞങ്ങൾ 4 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഫാമിലി ഇതാണ്, ലൈഫ് കെയർ. ഇവിടെ തുടങ്ങിയ പിന്നെ കണ്ടിന്യൂസ് കംപ്ലീറ്റ് അവൻ ഇവിടെയാണ്, ഡേ ഫുൾ ഇവിടെയാണ്. അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സ്ഥലവും ഇത് തന്നെയാണ്. അതാണെന്ന് തോന്നുന്നു കൂടുതലും അവൻ്റെ ആ ഹാപ്പിനെസ്സും ഒക്കെ സാറിനെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ അപ്പു ആയി കിട്ടാനായിട്ട്. ഇപ്പം അപ്പൂനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് സാർ എത്തിച്ചു തന്നു. വിശ്വസിച്ചങ്ങ് ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു ലൈഫ് കെയറിൽ എത്തിയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയാം. എൻ്റെ ഒരു തീരുമാനമല്ലായിരുന്നു, ഏട്ടനായിരുന്നു ലൈഫ് കെയറിൽ ചൂസ് ചെയ്തത്. എത്തി ആദ്യ ദിവസം തന്നെ വലിയൊരു അപ്പോ അതിൻ്റെ ഒരു എന്താ പറയുക, ഇടുക്കി പോയി അവിടുന്ന് നമുക്ക് തന്ന ഒരു റിപ്ലൈയിൽ നമ്മൾ ഒരു വലിയൊരു ഹെവിനെസ്സുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. കുറേ തെറാപ്പി ലിസ്റ്റും മെഡിസിൻ കഴിക്കണം റെഫറൻസും തന്ന് നമ്മൾ വരുമ്പോൾ ലാസ്റ്റ് ഏട്ടൻ തീരുമാനിച്ചു നമുക്ക് ഇന്നടുത്ത് പോവാം. പലതവണ ബോർഡ് കണ്ടിട്ടുണ്ട്, പോവാൻ തീരുമാനിച്ചു. വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി നമുക്കൊരു ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ അവിടെ കയറി കണ്ടു, ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അന്ന് തന്നെ ഡോക്ടർ ഇതൊന്നും വലിയ പ്രശ്നമല്ല, അപ്പുവിനെ കണ്ടപ്പോഴേ പറഞ്ഞു വലിയ അന്ന് അപ്പു ഒട്ടും കൺട്രോൾഡ് അല്ല, എൻ്റെ കയ്യിൽ പോലും നിൽക്കത്തില്ല, അതായത് കുതിര ഓടിക്കൊണ്ടിരിക്കുക. സിത്താരയ്ക്ക് ഒട്ടും അവനെ പിടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അവിടെ നിന്ന് ഫസ്റ്റ് സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് കിട്ടിയൊരു റിപ്ലൈ എന്താ പറയുക, ഒന്നുമില്ല അപ്പോന്, നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കൂളായി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൂന് ഒത്തിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. സംസാരിക്കുന്നില്ല, തന്നെ ഇരുന്ന് കളിക്കൽ, ഒപ്പമുള്ള പിള്ളേരുമായിട്ട് മിങ്കിളാവാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പ്ലസ് അവന് ഹെൽത്ത് ഇഷ്യൂ, ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു. അവന് ഒരു കോൾഡ് വന്നാൽ പോലും മാസങ്ങളെടുക്കും അവന് മാറാനായിട്ട്. അതുപോലെ സ്കിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു അവന്, എക്സിമ പോലെ. ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ ലൈഫ് കെയറിൽ അകത്തേക്ക് ചെല്ലുന്നത്. അവൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യമായാലും സ്കിൻ ഇഷ്യൂ ആയാലും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ, ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അത് ഓക്കെ ആയി. ഐ കോണ്ടാക്ട് ഇല്ലായിരുന്നു ഒട്ടും. നമ്മൾ ഒരു ഷോപ്പിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ കുറേ കുട്ടികളുടെ അടുത്തൊക്കെ അവനെ വിടാൻ പേടിയായിരുന്നു. അതായത് അവൻ ഉപദ്രവിക്കും, അല്ലെ എങ്ങനെ അവൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കല്യാണത്തിനോ അങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അവനവിടെ ബഹളം വയ്ക്കുക, നമുക്ക് ഒരു ഫംഗ്ഷനും കൂടാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. 2 വയസ്സ് കഴിയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആള് പിന്നെ ഒട്ടും വർത്തമാനം പറയാതെയായി. ഒട്ടും ഒന്നും വിശന്നാൽ പോലും മിണ്ടാതെ ഇരിക്കുന്നൊരു ടൈപ്പായിരുന്നു. പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ നിന്ന് ഇപ്പം എല്ലാം എന്ത് പറഞ്ഞാലും അവൻ ഓക്കെയാണ്, അനുസരിക്കും. ഇപ്പം എല്ലാം കൺട്രോൾഡാണ്. ഇപ്പം വീട്ടിലാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനും ഇങ്ങോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പേരുകളും സ്പെല്ലിങ്ങുകളും അത്യാവശ്യം എല്ലാം പറയാൻ തുടങ്ങി. ബോർഡുകളൊക്കെ കണ്ട് വായിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ ബോർഡുകളൊക്കെ വായിക്കും. അങ്ങനെ അതൊക്കെ നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ അന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ 3 തവണയൊക്കെ ആയപ്പം ഡിസ്ചാർജായി പോയി. അപ്പം ഞാൻ ചോദിക്കും, സാർ അവരൊക്കെ പോയല്ലോ അപ്പു. അപ്പം അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരാളുടെ കണക്ക് വെച്ചിട്ട് നമ്മൾ കൂട്ടണ്ട. നമ്മുടെ മക്കള് ഓക്കെ ആവുന്ന ഒരു ടൈം വരും. അവർ പോയ പോലെ, അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ മക്കളുടെ ആ ടൈം അത് കറക്റ്റ് എത്തുമ്പോൾ ഓക്കെ ആവും. 3 ഇരട്ടിയല്ല 4 ഇരട്ടിയല്ല ടൈം എടുത്തു അപ്പൂന്. ആ സ്ട്രഗിള് ഒരു പോസിറ്റീവാക്കി മാറ്റി നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം. അവർക്ക് വേണ്ടത് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അപ്പു എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് അവൻ്റെ ബെസ്റ്റ് വേർഷൻ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത്. എല്ലാവരും അതുപോലെ ശ്രമിക്കുക. എല്ലാവരും അമ്മമാർക്കും ഉള്ള പ്രഷർ നന്നായിട്ടറിയാം, പക്ഷെ അത്രയും പ്രഷർ എടുക്കണ്ട. കാരണം ലൈഫ് കെയറിലാണ് എത്തിയേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ട്. ടൈം എടുക്കുമായിരിക്കും, ഇല്ലെന്ന് അത് പറയാൻ ആർക്കും പറ്റില്ല. പക്ഷെ അതിൻ്റെ നമ്മുടെ മക്കളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. എല്ലാവരും അതിൽ വിശ്വസിക്കുക.
അത് മാത്രം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പോസിറ്റീവ് ഇതിൻ്റെ റിസൾട്ട് അതാണ് നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, നമ്മൾ സ്വയം വിശ്വസിക്കുക, ഡോക്ടറെ വിശ്വസിക്കുക. അതിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. എനിക്കുള്ളത് പറയാലോ, മീൻസ് അപ്പൂനെ കൊണ്ട് പല രീതിയിൽ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂ ആയിട്ടും പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ബെസ്റ്റ് കംഫർട്ടായിട്ടും അവനുള്ള കെയർ ആയാലും ഏറ്റവും ബെസ്റ്റ് തോന്നിയിട്ടുള്ളത് ലൈഫ് കെയറിലാണ്. എനിക്ക് വേറെ ഒരിടത്തും ഒരു ഇത്രയും എന്താ പറയുക സപ്പോർട്ടോടുകൂടി ഒരു ഇത് കിട്ടിയിട്ടില്ല. കാരണം അവൻ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ പോലും നമ്മൾ ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുമ്പം അവരോടുള്ളൊരു റിയാക്ഷൻ എനിക്കൊട്ടും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പം നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത് ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പം നിങ്ങളോട് പറയണ്ട, നിങ്ങൾ ഓരോരുത്തരും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് വലിയൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് ധൈര്യമായിട്ട് പോകാമായിരുന്നു. ഇവിടെ ഇപ്പോഴാണെങ്കിലും അപ്പൂനെ കൊണ്ടുവരണം, എനിക്ക് ഇവിടം വരെ കൊണ്ടുവന്ന് വിട്ടാൽ മതി, അപ്പു കയറി പോയിക്കോളും. നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ലൈഫ് കെയറിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട്, ഇവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ട്. എന്താവശ്യം എപ്പോൾ വന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഡോക്ടറിനെ ആണെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും, നമ്മളിപ്പോൾ ഓരോ അസുഖങ്ങൾ വരും, ഇതിന്റെ ഇടയ്ക്ക് പനി പിടിച്ച് നമ്മളിവിടെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാര് ഇങ്ങനെയുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ ചെല്ലിതുപോലെ ക്ലിനിക്കൽ ഡോക്ടറെ കാണാതിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ബഹളം. അപ്പം അവർ നമ്മളോടൊരു വേറെ രീതിയിലാണ് നമ്മളെ കാണുന്നത് തന്നെ. അതൊക്കെ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം മാറി, അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല റിസൾട്ട് മാത്രം മനസ്സിൽ ചിന്തിച്ച് പോകട്ടെ, വിശ്വസിച്ച് അങ്ങ് പോവുക. റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു. ഇത് ഫുൾ സപ്പോർട്ട് ഇല്ലാന്ന് ഞാനൊന്നും ഇവിടെ നിൽക്കില്ലായിരുന്നു. ആരോടും പറഞ്ഞെങ്കിലും ഞാൻ പറയാൻ പറ്റുക ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ എല്ലാ സ്റ്റാഫും പറയാതിരിക്കാൻ വയ്യ. ഞാനും ചേട്ടനും കെയർ ചെയ്യുന്നേക്കാളും കൂടുതൽ ഇവിടെ എല്ലാവരും അത്രയും എന്താ പറയുക നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ടെൻഷൻ പോലും ഇല്ലാണ്ട് അപ്പൂനെ എനിക്ക് ഇവിടുന്ന് വിട്ടിട്ട് പോകാൻ ഞാൻ അത് കെയർ കൂടുതൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് എനിക്ക് ഇവിടുന്ന് സജിത്ത്, മീനു, പുതിയവരുടെ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല കേട്ടോ, എങ്കിലും എല്ലാവരും പിന്നെ തെറാപ്പി സെഷനിലാണെങ്കിൽ പോലും ഒരു പൊടിക്ക് പോലും എന്താ പറയുക ഇങ്ങനെയുള്ള മക്കളുടെ ആക്ടിവിറ്റി അറിയാമല്ലോ, അവർ പൊടിക്ക് പോലും അവർക്കൊരു ദേഹത്ത് പോലും ഒരു മുറിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ പോലും നോക്കി തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത്രയും നല്ലതായിട്ട് എനിക്ക് സത്യം പറയാം. എനിക്ക് ലൈഫിൽ ഞാൻ ഇത്രയും അപ്പൂനെ കെയറായിട്ട് ചെയ്യുന്നൊരു ഇത് കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ കെയറായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അവനും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട്. ഇനിയിപ്പോൾ അപ്പൂനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാളെ മുതൽ എന്താ റിയാക്ഷൻ എന്നുള്ള ഇതിൽ അങ്ങോട്ട് പോയാൽ പോലും അവൻ ഓടി ഇങ്ങോട്ടേ കയറാൻ നോക്കുള്ളൂ, വീട്ടിലേക്ക് പോകണ ആരും അവൻ ചിന്തിക്കാറില്ല. അപ്പോൾ അത്രയും എന്താ പറയുക താങ്ക്സ് എന്ന് പറഞ്ഞൊരു വേർഡിൽ ഒതുങ്ങില്ല അത്. എനിക്കായാലും അതെ, ഞാൻ ഫുൾ ടൈം ഇവിടെയായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഫാമിലി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ഒത്തിരി താങ്ക്സ്. അപ്പൂനെ അത്രയും കെയർ ചെയ്തു.